الحمد لله الذي هدانا إلى دين الإسلام وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 186-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من يضلل الله فلا هادي له ويذرهم في طغيانهم يعمهون. മൻ യുദ്ലിലില്ലാഹു, ആരെയെങ്കിലും അള്ളാഹു വഴി പിഴപ്പിച്ചാൽ, അപ്പോൾ ലാ ഹാദിയ ലഹു, അവന് സന്മാർഗം വഴി കാണിച്ചു കൊടുക്കുന്നവരില്ല, സന്മാർഗം നൽകുന്നവരില്ല. വ യദറുഹും, അവൻ അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഫി തുഗ്യാനിഹിം, അവരുടെ അന്യായത്തിൽ, അവരുടെ അതിക്രമത്തിൽ. യഅ്മഹൂൻ, വിഹരിക്കുന്നു, അവർ വിഹരിക്കുന്നവരായ നിലയിൽ അവരെ അവരുടെ അന്യായത്തിൽ വിടുകയും ചെയ്യുന്നു. മൻ യുദ്ലിലില്ലാഹു, ഒന്നുകൂടി അർത്ഥം പറയാം. മൻ, ആരെങ്കിലും, അല്ലെങ്കിൽ ഒരാൾ. യുദ്ലിലില്ലാഹു, അല്ലല്ല എന്നുള്ളതിനുണ്ടായതാണ് യുദ്ലില്ലു. അത് മൻ അതിൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് യുദ്ലിലായത്. യുദ്ലിലില്ലാഹു, ആരെങ്കിലും അള്ളാഹു വഴി തെറ്റിച്ചാൽ, അപ്പോൾ ഇല്ല ഹാദിയില്ല, സന്മാർഗം നൽകുന്നവൻ, നേർമാർഗം കാണിച്ചു കൊടുക്കുന്നവനില്ല, ലഹു അവന്. വ യദറുഹും, വദറ എന്നാൽ വിട്ട് കളഞ്ഞു, ഉപേക്ഷിച്ചു എന്നൊക്കെയാണ്. യദറു, ഉപേക്ഷിക്കുന്നു. വ യദറുഹും, അവൻ അവരെ, അഥവാ സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനായ അള്ളാഹു അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഫി തുഗ്യാനിഹിം, തുഗ്യാൻ എന്ന് പറഞ്ഞാൽ അന്യായം, നിയമലംഘനം, അതിക്രമം എന്നൊക്കെയാണ് അർത്ഥം. ഫി തുഗ്യാനിഹിം യഅ്മഹൂൻ, അമിഹ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം കാണാതെ അലഞ്ഞു തിരിയുന്ന വിധത്തിൽ അവരെ അവരുടെ അന്യായത്തിൽ അവൻ വിടുകയും ചെയ്യുന്നു. ഇത് സൂറത്തു അൽ-ബഖറ നമ്മൾ പഠിച്ചപ്പോൾ അതിൽ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫി തുഗ്യാനിഹിം യഅ്മഹൂൻ എന്ന് 15-ാമത്തെ ആയത്തിൽ തുടക്കത്തിൽ തന്നെ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു അവരെ പരിഹസിക്കുന്നു. അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സഖാക്കളെയും സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ സഹാബികളെയും പരിഹസിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിശ്വാസം ഉള്ളിലൊതുക്കുന്ന മുനാഫിഖീങ്ങൾ, അവരെ പറ്റിയാണ് പറഞ്ഞത്. അവർ റസൂലുള്ളാഹിനെ പരിഹസിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അള്ളാഹു അവരെ പരിഹസിക്കുകയാണ്. അവരെ അവരുടെ അന്യായത്തിൽ, അതിക്രമത്തിൽ വിഹരിക്കുന്നതിന് വേണ്ടി വിടുകയും ചെയ്യുന്നു. യമുദ്ദുഹും, അവൻ അവരെ നീട്ടിയിടുന്നു. മദ്ദയമുദ്ദു ഈ തുഗ്യാനിഹിം, അവരുടെ അതിക്രമത്തിൽ യഅ്മഹൂൻ, വിഹരിക്കുന്നവരായി. ഇത് തന്നെ നമ്മൾ സൂറത്തു അൻആം പഠിച്ചപ്പോൾ അവിടെ 110-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. വനദറുഹും ഫി തുഗ്യാനിഹിം യഅ്മഹൂൻ. വനദറുഹും 110-ലാണ് അൻആം, അതിൻ്റെ അവസാനത്തിൽ അത് പറയുന്നുണ്ട്. വനദറുഹും, വദറ യദറു, നദറു, വദറു യദറു പറഞ്ഞാൽ അവൻ അവർ ഉപേക്ഷിക്കുന്നു. നദറു എന്നാകുമ്പോഴോ നാം ഉപേക്ഷിക്കുന്നു. നദറുഹും, നാം അവരെ ഉപേക്ഷിക്കുന്നു. ഫി തുഗ്യാനിഹിം, അവരുടെ അതിക്രമത്തിൽ യഅ്മഹൂൻ, വിഹരിക്കുന്നവരായിട്ട്. എന്താണ് അവൻ അവരെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ നാം അവരെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോൾ ഏതൊരു നിലപാടിലാണോ എത്തിപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള സൗകര്യം അവർക്ക് അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്നു. സന്മാർഗവും ദുർമാർഗവും എന്ന് പറയുന്നത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്. സന്മാർഗം ലഭിക്കുന്നതിന് ആഗ്രഹം വേണം, എന്നിട്ടത് തിരഞ്ഞെടുക്കാൻ തയ്യാറാണെന്ന് തീരുമാനിക്കണം. അപ്പോഴാണ് അവൻ അല്ലാഹു തആല സന്മാർഗം കൊടുക്കുള്ളൂ. അല്ല ദുർമാർഗത്തോട് താല്പര്യവും ദുർമാർഗം തിരഞ്ഞെടുക്കുവാനുള്ള ഇഷ്ടവുമാണ് ഉള്ളതെങ്കിൽ
ആയതിന് അള്ളാഹു താല അവന് സൗകര്യം ചെയ്യും. അതൊക്കെ അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറയണത് അള്ളാഹുവിൻ്റെ ഒരു പ്രകൃതി നിയമമാണ്. നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, നീന്താൻ അറിയാത്തവൻ വെള്ളത്തിൽ ചാടിയാൽ അവൻ മുങ്ങിപ്പോകും, തീയിൽ ചവിട്ടിയാൽ പൊള്ളും. അതേമാതിരി ദുർമാർഗത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അള്ളാഹു താല അതിന് സൗകര്യം ചെയ്തു കൊടുക്കും. തീയിലേക്കണ്ട് ഇറങ്ങി അന്ന് നടക്കാൻ തുടങ്ങിയാൽ, ആളിക്കത്തുന്ന തീയിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? അതിൽ അവൻ പൊള്ളി പൊള്ളി കത്തിക്കരിഞ്ഞ് മരിച്ചു വീഴും. അതേമാതിരി ദുർമാർഗത്തിൻ്റെ മാർഗത്തിലാണ് ജീവിക്കാൻ തീരുമാനിച്ചാലോ അതിലങ്ങനെയാണ് ഒഴുകി അവൻ ആ ദുർമാർഗിയായി മാറും. സന്മാർഗത്തിൻ്റെ വഴിയിലാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നതും തീരുമാനിക്കുന്നതും ചെയ്താലോ ആ സന്മാർഗത്തിൻ്റെ മാർഗത്തിൽ അവൻ അങ്ങനെ മുന്നോട്ട് പോകും. അതിനെ സംബന്ധിച്ചാണ് മൻ യുദ്ലിലില്ലാഹു, അള്ളാഹു താല വഴി തെറ്റിച്ചാൽ. അപ്പോൾ ദുർമാർഗം തിരഞ്ഞെടുക്കുക എന്നുള്ളത്, തിരഞ്ഞെടുപ്പിനുള്ളൊരു സ്വാതന്ത്ര്യം അള്ളാഹു താല മനുഷ്യന് നൽകിയിട്ടുണ്ട്. ദുർമാർഗം തിരഞ്ഞെടുക്കുന്നവരെയാണ് അവനെ അള്ളാഹു താല വഴികേടിലാക്കുന്നു എന്ന് പറഞ്ഞത്. തീയിൽ ചവിട്ടുന്നവനെയാണ് തീയിൽ ചവിട്ടിയാൽ പൊള്ളും, അത് അവൻ പൊള്ളിക്കുന്നത്, അള്ളാഹു തന്നെയാണ് പൊള്ളിക്കുന്നത്, അള്ളാഹ് തന്നെയാണ് പൊള്ളിക്കുന്നത്. വസ്ത്രത്തിന് ഉടുത്ത വസ്ത്രത്തിൻ്റെ അടിഭാഗത്താണ് തീ കൊടുത്തുകാട് എനിക്ക് പൊള്ളിച്ചുകാട് പറയും അള്ളാഹ് തന്നെ പൊള്ളിച്ചതാണ്. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അതാണ് അള്ളാഹു താല ഇവിടെ സൂചിപ്പിച്ചത്. അള്ളാഹു താല ആരെങ്കിലും വഴി തെറ്റിച്ചാൽ എന്ന് പറഞ്ഞാൽ വഴികേടിൻ്റെ വഴി കാണിച്ചു കൊടുക്കും. ഫല ഹാദിയ ലഹു ഫല, അപ്പോൾ അവർ പിന്നെ സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവരില്ല. നമ്മൾ സൂറത്ത് അൻബ വമൻ യുദ്ലില്ലാഹു വമൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫല ഹാദിയ ലഹു. അള്ളാഹു താല വഴി കാണിച്ചു കൊടുത്താൽ അവൻ സന്മാർഗം നേടിയവനാകും. അള്ളാഹു താല ദുർമാർഗമാണ് നൽകുന്നതെങ്കിലോ അവൻ ദുർമാർഗിയാകും. അഥവാ സ്വയം ഇഷ്ടപ്പെടുന്ന, സ്വയം താല്പര്യപ്പെടുന്ന, സ്വയം തിരഞ്ഞെടുക്കുന്ന വഴിയിലേക്ക് അള്ളാഹു താല സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് അവൻ്റെ പ്രകൃതി നിയമമാണ് ഈ സൂചിപ്പിച്ചിട്ടുള്ളത്. വമൻ യുദ്ലിലില്ലാഹു ഫലാ ഹാദിയ ലഹു. പിന്നെ ആരും ഉണ്ടാവില്ല അവന് വഴി കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റേതാണ് സന്മാർഗം, അവൻ്റെ ഇഷ്ടമാണത്. അത് തിരഞ്ഞെടുക്കുന്നവർക്ക് അവനാണ് വഴി കാണിക്കുന്നത്. ദുർമാർഗം തിരഞ്ഞെടുക്കുന്നത് അതിനിപ്പോൾ നമ്മൾ ഏത് ആശയവും ആദർശവും പ്രസ്ഥാനവും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴും അത് ദുർമാർഗത്തിൻ്റെതാണോ സന്മാർഗത്തിൻ്റെതാണോ ദൈവനിഷേധത്തിൻ്റെയാണോ ദൈവനിരാസത്തിൻ്റെതാണോ അതൊക്കെ സ്വയം ബോധ്യപ്പെടേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഫലാ ഹാദിയ ലഹു വയദറുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഞാൻ വിശദീകരിക്കണില്ല, കാര്യം മനസ്സിലായി. തുഗ്യാൻ എന്ന് പറഞ്ഞാൽ ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൈശാചിക ശക്തി. ഫിർഔനിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അവൻ ത്വാഗൂത്തായിരിക്കുന്നു. അതിനെ തുഗ്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കർമ്മധാതുവാണ്, ക്രിയാധാതുവാണ്. കർമ്മധാതു അല്ല, ക്രിയാധാതു എന്നാണ് പറയും, ക്രിയാധാതുവാണ്. തുക എന്നുള്ളതിനുണ്ടായ വാക്കാണ് തുഗ്യാൻ. അന്യായം, അതിക്രമം, നിയമലംഘനം എന്നൊക്കെ അർത്ഥം. ആ അതിക്രമത്തിലും അന്യായത്തിലും നിയമലംഘനത്തിലും അമിഹ എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിയാന്ന്. അങ്ങനെ അവരുടെ അന്യായത്തിൽ, അവരുടെ അതിക്രമത്തിൽ അവിടെ നിന്ന് മുന്നോട്ട് പോകാനാകാതെ ആ വഴികേടിൽ തന്നെ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കും. അത്തരം ഒരു ദുർമാർഗത്തിലാണ് അവർ അകപ്പെടുക. അത് അവരുടെ നിർഭാഗ്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകൾ ഓതുമ്പോൾ അള്ളാഹുവിനോട് സന്മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അവനോട് അർത്ഥിക്കുകയും ചെയ്യണം എന്നുകൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടി അർത്ഥം പറഞ്ഞു നിർത്താം. മൻ യുദ്ലിലില്ലാഹു, ആരെങ്കിലും അള്ളാഹു തആല വഴി തെറ്റിച്ചാൽ ഫലാ ഹാദിയ ലഹു, അവന് വഴി കാണിച്ചു കൊടുക്കുന്നവരില്ല. വയദറുഹും, അവൻ അവരെ വിട്ടുകളയുന്നു. ഫീ തുഗ്യാനിഹിം, അവരുടെ നിയമലംഘനത്തിൽ, അവരുടെ അതിക്രമത്തിൽ. യഅമഹൂൻ, അവർ വിഹരിക്കുന്നു എന്നാണ് വാക്കർത്ഥം. അവർ വിഹരിക്കുന്നവരായ അവസ്ഥയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.